മതി. ആ അധ്യായത്തിൻ്റെ ആ 14 മുതൽ ഒടുവിൽ വരെയുള്ള ആ പാരഗ്രാഫ് മുഴുവനും പൗലോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 14 മുതൽ ആ പാരഗ്രാഫിൻ്റെ ഒടുവിൽ വരെയുള്ള വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു വിഷയമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നാം വായിച്ച തിരുവചന ഭാഗത്ത് നിന്നും നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്നതാണ്. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. പൗലോസ് അപ്പോസ്തലൻ കോരിന്തിലെ വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യമാണ്. അത് പൗലോസ് നേരിട്ടല്ല, തൻ്റെ അരുമ ശിഷ്യനായ മകനെ പോലെ താൻ കാണുന്ന തീമോത്തിയോസിനെ കോരിന്തിലേക്ക് അയച്ചുകൊണ്ട് കോരിന്ത്യ സഭയോട് തീമോത്തിയോസെ നീ പറയേണ്ട കാര്യങ്ങളാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്. അങ്ങനെ പൗലോസിൻ്റെ കാര്യങ്ങൾ തീമോത്തിയോസ് ചെന്ന് കോരിന്തിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് താൻ ഓർമ്മപ്പെടുത്തുന്നത്? ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിലുള്ള പൗലോസിൻ്റെ വഴികൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് തീമോത്തിയോസിന് നല്ലവണ്ണം അറിയാം. ആ വഴി, ആ കാര്യങ്ങളെ തീമോത്തിയോസ് എന്ന് കോരിന്തിലെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നതാണ് അവിടുത്തെ വിഷയം. ഇത് പറയുവാനുള്ള കാരണം എന്താണ്? കോരിന്ത്യ സഭയിലെ ചില ആളുകൾ, എല്ലാവരുമില്ല, ചില ആളുകൾ പൗലോസിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. എന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? പൗലോസിനെ കുറിച്ച് തീർത്തിരിക്കുന്നു, അവൻ ഇനി ഇങ്ങോട്ട് വരികയില്ല, സഭ സന്ദർശിക്കാൻ വരികയില്ല, അല്ലെങ്കിൽ പൗലോസിൻ്റെ ലക്ഷ്യം വേറെയാണ്, കാശ് പിരിക്കുവാൻ വേണ്ടിയിട്ടാണ് പൗലോസ് നടക്കുന്നത്, പൗലോസ് ഒരു പണക്കൊതിയനാണ്, അങ്ങനെ സംഭാവന വാങ്ങുന്നു. ഇങ്ങനെ പൗലോസ് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും 2 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പൗലോസ് തന്നെ കോരിന്ത്യരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ പൗലോസിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ കോരിന്ത്യയിലെ സഭയിലുള്ള ചിലർക്കുണ്ടായിരുന്നു, എല്ലാവർക്കുമില്ല. അതുകൊണ്ടാണ് ചിലർ എന്നെക്കുറിച്ച് ചീർത്തിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ, നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ മനഃപൂർവ്വം വരാതിരിക്കുന്നതല്ല. ശുശ്രൂഷയുടെ തിരക്ക് മൂലം എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും നിശ്ചയം, അല്ലെങ്കിൽ കട്ടായം എന്ന് പൗലോസ് പറയുന്നു. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ ആരുടെയും ഒന്നും വെള്ളിയോ പൊന്നോ പണമോ വസ്ത്രമോ ഒന്നും മോഹിച്ചിട്ടില്ല. കർത്താവിൻ്റെ വേല ഞാൻ കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന, കൂടാരപ്പണി ചെയ്ത് കിട്ടുന്ന ആ തുക കൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ആരുടെയും ഒന്നും മോഹിച്ചിട്ടല്ല കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങിയിരിക്കുന്നതും വേല ചെയ്യുന്നതും എന്ന് പൗലോസ് ഇത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ തൻ്റെ ലേഖനങ്ങളിലൂടെ താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കോരിന്ത്യരിൽ ചിലർ സംശയിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ വഴി എന്നുള്ളത് അത് എൻ്റെ സ്വന്തമായ വഴിയല്ല, മറിച്ച് എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ വഴികളാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു വഴിയില്ല. യേശു ക്രിസ്തു വെട്ടിത്തുറന്ന ആ പാതയിലൂടെയാണ്, ആ പന്താവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. വേറെ മാറിയൊരു വഴി എനിക്കില്ല, മറ്റൊരു വഴി എനിക്കില്ല. എൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ വഴികളാണ്. അപ്പോൾ ആ വഴി എന്താണ്, ഏതാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത എൻ്റെ അരുമ ശിഷ്യനായ, ഞാൻ മകനെ പോലെ കാണുന്ന തീമോത്തിയോസ് വന്ന് നിങ്ങൾക്ക് നൽകും എന്നാണ് ഈ അധ്യായത്തിൽ പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്. നാം ആ വഴികൾ അല്ലെങ്കിൽ ആ ഭാഗത്തെ പദങ്ങൾ ഒന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വഴികൾ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ വഴികൾ എന്നതിനെക്കുറിച്ച് നാം വിശദമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, ഇംഗ്ലീഷ് ബൈബിളിൽ വേയ്സ് എന്ന വാക്കാണ് വഴികൾ എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ബൈബിളിൻ്റെ മൂലഭാഷയായിരിക്കുന്ന ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹോഡോസ് എന്നൊരു വാക്കാണ്. ഹോഡോസ്
അതായത് DOHODOS, ഹോഡോസ് എന്നൊരു വാക്കാണ് ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോഡോസ് ആ വാക്കാണ് ഇവിടെ വഴികൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോഡോസ് എന്ന വാക്കിൽ നിന്നാണ് ഹോഡോ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഹോഡോ എന്ന് പറഞ്ഞാലും ഹോഡോസ് എന്ന് പറഞ്ഞാലും പാത, വഴി, യാത്ര എന്നൊക്കെയാണ്, അല്ലെങ്കിൽ റോഡ് എന്നൊക്കെയാണ് ഹോഡോസ് അല്ലെങ്കിൽ ഹോഡോ എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം ഈ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ബിബ്ലിക്കലായിട്ട് മാത്രമല്ല, ഈ ദൈവവചനപരമായിട്ട് മാത്രമല്ല, മറിച്ച് ഇത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്നും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹോഡോ അല്ലെങ്കിൽ ഹോഡോസ്. അതെന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ഈ ഹോഡോ അല്ലെങ്കിൽ ഹോഡോസ് എന്ന വാക്ക് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതായത് നാം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ, നാം പോകുന്ന വഴി വളഞ്ഞും പുളഞ്ഞും ഉള്ള ദീർഘദൂരമേറിയ വളരെ ലോങ് ആയിരിക്കുന്ന ഒരു വഴിയാണെങ്കിൽ ആ വഴി തുടങ്ങുന്നതിൻ്റെ അറ്റത്ത് ഇപ്രകാരം ഒരു ബോർഡ് എഴുതി വച്ചിരിക്കും. ആ ബോർഡ്, ആ വാക്യം ഏതാണെന്നറിയാമോ? ഹോഡോ എന്നാണ്, അല്ലെങ്കിൽ ഹോഡോസ് എന്നാണ്. അപ്പോൾ ഹോഡോസ് അല്ലെങ്കിൽ ഹോഡോ എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? യാത്രക്കാർ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരായിരുന്നാലും കാൽനടക്കാരായിരുന്നാലും വഴി ദുർഘടമാണ്, വഴി വളഞ്ഞും പുളഞ്ഞുമുള്ള ദീർഘമേറിയ ഒരു വഴിയാണ് എന്നതിന് ഒരു അഡ്വാൻസ് ആയിട്ട് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി പുരാതന ഗ്രീസിൽ ഹോഡോസ് അല്ലെങ്കിൽ ഹോഡോ എന്ന വാക്ക് എഴുതി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ സഞ്ചാരികൾ, യാത്രികർ എന്ത് മനസ്സിലാക്കണം? വളരെ കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഹോഡോ അല്ലെങ്കിൽ ഹോഡോസ് എന്ന വാക്കിന് വേറെയും അർത്ഥമുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. ഈ ഹോഡോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ പ്രയോഗം ഹോഡോമീറ്റർ എന്നാണ്. എന്താണ് ഹോഡോമീറ്റർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാമോ? ഹോഡോമീറ്റർ വാഹനം ഓടിക്കുന്നവർ ഒരു പക്ഷെ അറിയാമായിരിക്കും. ഹോഡോമീറ്റർ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം അളക്കുന്ന മാനദണ്ഡമെന്ന. വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ഇന്ന് മനസ്സിലാക്കുന്നത്, അതിന് ദൂരം അളക്കുന്ന സംവിധാനമാണ് ഹോഡോമീറ്റർ. ഹോഡോമീറ്റർ ഉപയോഗിച്ച് എത്ര ദൂരം നിങ്ങൾ യാത്ര ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം യാത്ര ചെയ്തു എന്ന് ഇന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുവാൻ സാധിക്കും. ഇത് പുരാതന ഗ്രീക്കിൽ നിന്നാണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. അപ്പോൾ ഹോഡോമീറ്റർ സഞ്ചരിച്ച ദൂരം അളക്കുന്നതിൻ്റെ മാനദണ്ഡം, അല്ലെങ്കിൽ വാഹനം സഞ്ചരിച്ച ദൂരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ പ്രയോഗം ഹോഡോഗ്രാഫ്. ഈ ഹോഡോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹോഡോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനത്തെ അളക്കുന്ന മാനദണ്ഡത്തിനാണ് ഹോഡോഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും ബഹിരാകാശവുമായി ബന്ധപ്പെട്ടും ഉള്ളൊരു സംവിധാനമാണ്. കടലാക്രമണങ്ങൾ, കടലിലെ ഓളങ്ങൾ, കൊടുങ്കാറ്റ് എന്നിവയുടെ തീവ്രത അളക്കുന്ന ഒരു സംവിധാനമാണ് ഹോഡോഗ്രാഫ്. അപ്പോൾ ഈ ഹോഡോമീറ്ററും ഹോഡോഗ്രാഫും ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? ഹോഡോസ് അല്ലെങ്കിൽ ഹോഡോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വഴികൾ അഥവാ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്നതിന് ഹോഡോസ് അല്ലെങ്കിൽ ഹോഡോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് ആലങ്കാരികമായ അർത്ഥവും അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥവും ഈ പദത്തിനുണ്ട്. അപ്പോൾ ഹോഡോമീറ്റർ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം അളക്കുന്ന സംവിധാനം. ഹോഡോഗ്രാഫ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥകളെക്കുറിച്ച്, കടലാക്രമണത്തെക്കുറിച്ച്, കടലിലെ തിരമാലകളെക്കുറിച്ച്, കൊടുങ്കാറ്റിനെക്കുറിച്ച്, ഈ ഗ്രഹങ്ങളുടെ അകലം, ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ അകലം നിർണ്ണയിക്കുന്നതും ഈ ഹോഡോഗ്രാഫ് എന്ന മാനദണ്ഡത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആ പദത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പാതോളജി. പാതോളജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രോഗനിർണയ ശാസ്ത്രമെന്നാണ്. അതായത് രോഗത്തെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാണ്. ഡോക്ടേഴ്സിനൊക്കെ അറിയാമല്ലോ പാത്തോളജി എന്നുള്ളത്. അതായത് ഒരു രോഗം
രോഗത്തിൻ്റെ കാരണങ്ങൾ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, രോഗത്തിൻ്റെ സ്വഭാവം, ഇവയെക്കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേരാണ് പാതോളജി എന്നുള്ളത്. അപ്പോൾ ഈ പാതോളജി എന്ന പേരുണ്ടായതും ഹോഡോ അല്ലെങ്കിൽ ഹോഡോസ് എന്ന പുരാതന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം പിന്നിട്ട ദൂരം ഒന്ന് അളക്കേണ്ടിയിരിക്കുന്നു. ഒരു ആത്മീകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു ഭക്തൻ യേശുക്രിസ്തുവിൻ്റെ വഴിയിൽ എത്ര ദൂരം സഞ്ചരിച്ചു? നാം വാസ്തവമായി ക്രിസ്തുവിൻ്റെ വഴിയിലാണോ സഞ്ചരിക്കുന്നത്? അതാണ് പൗലോസ് ചോദിക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് രക്ഷിക്കപ്പെട്ട് വന്ന സമയം മുതൽ പൗലോസിന് മറ്റൊരു പാതയില്ല, മറ്റൊരു വഴിയില്ല. തൻ്റെ വഴി ഏതാണ്? അതെല്ലാം ക്രിസ്തുവിൻ്റെ വഴിയാണ്. തൻ്റെ വഴിയിൽ സഞ്ചരിക്കാതെ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നാം പഴയ നിയമത്തിൽ ബൈബിളിലൊരു പുസ്തകമുണ്ട്. ഉൽപ്പത്തി കഴിഞ്ഞാൽ വരുന്ന പുസ്തകം ഏതാണത്? പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകത്തിൻ്റെ അതിന് മുകളിൽ ആ പുസ്തകത്തിൻ്റെ പേരെന്താ എഴുതിയിരിക്കുന്നത്? എക്സോഡസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എക്സോഡസ് എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? എക്സോഡസ് എന്ന വാക്ക് ഉത്ഭവിച്ചത് എക്സ് ഔട്ട്, ഓഡോസ് വേ, ഈ പദത്തിൽ നിന്നാണ് എക്സോഡസ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ ഹോഡോസ് എന്ന വാക്ക് ചേരുന്നുണ്ട്. അപ്പോൾ എക്സ് ഔട്ട് ഹോഡോസ് വേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പുറപ്പെടുവാനുള്ള വഴി എന്നാണ് എക്സോഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ വാക്ക് ഉത്ഭവിക്കുന്നതിൽ ആ പദത്തിലും ഈ ഹോഡോ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പുറപ്പെടുവാനുള്ള വഴി. അപ്പോൾ ഇത് പുരാതന ഗ്രീക്കിൽ നിന്നും ഉത്ഭവിച്ച ഒരു വാക്കാണ്. ബൈബിൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരുന്നത് കൊണ്ട് പുരാതന ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടുമിക്ക വാക്കുകളും പദങ്ങളും ബൈബിളിലും അത് ആ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സഞ്ചരിക്കേണ്ടതും അവർ പോകേണ്ടതും അവർ ആയിരിക്കേണ്ട പാതയാണ് യേശുക്രിസ്തുവിൻ്റെ വഴികൾ. ഈ വഴികൾ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് വിവരിക്കാൻ പോയാൽ അതിനൊരുപാട് അർത്ഥങ്ങളെ ആലങ്കാരികമായി അക്ഷരാർത്ഥത്തിൽ വഴിയുണ്ട്. അതിനോട് ഒരുപാട് നമുക്ക് ആ വഴികളെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വഴി എന്ന പദം ഈ ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യമായിട്ട് വഴികൾ എന്ന പദം തുടങ്ങുന്നത്. അത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. വാക്യം വായിക്കേണ്ട, കാരണം സമയം നമ്മുടെ മുന്നിൽ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഉൽപ്പത്തി 3:24 എന്താണ് വായിക്കുന്നത്? ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അവൻ എന്ത് ചെയ്തു? തടഞ്ഞു. ആ വഴി കാപ്പാൻ തിരിയുന്ന വാളുമായി ദൈവം കെരൂബുകളെ കാവൽ നിർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവന്റെ വൃക്ഷത്തിലേക്ക് ഉള്ള വഴി കാപ്പാൻ ദൈവം കെരൂബുകളെ നിർത്തി. അവിടെയാണ് ഈ വഴി വേ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ആദവും ഔവയും ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപം ചെയ്തതിന് ശേഷം വീണ്ടും ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് ദൈവം ആദത്തെയും ഔവയും ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കുകയും ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി അവിടെ ക്ലോസ് ചെയ്തു, അടച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. ഇതിനെല്ലാം ഒരുപാട് മാർമികമായ ആത്മീകമായ അർത്ഥങ്ങളുണ്ട്. കാരണം ഈ പഴം പറിച്ചു നിന്നാൽ മരണമില്ലാതെ, ഭൗതികമായ മരണമില്ലാതെ എന്നേക്കും ജീവിക്കുമായിരുന്നു. ഓലാം, എന്നേക്കും എന്നതിൻ്റെ എബ്രായ വാക്കാണ് ഓലാം. ആ ഓലാം എന്ന് പറഞ്ഞാൽ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനമില്ലാതെ എന്നുമെന്നേക്കും തുടരുക എന്നാണ് ഓലാം എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് വരാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു? ആ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചു കളഞ്ഞു എന്നാ പറഞ്ഞത്. അവിടെയാണ് ആദ്യമായി വഴി എന്ന വാക്ക് കാണുന്നത്. രണ്ടാമത്തെ പദം ഉൽപ്പത്തി 6:12. അവിടെ നോഹയുടെ യുഗത്തിൽ, നോഹയുടെ കാലത്ത് ജനമെല്ലാം പാപം ചെയ്ത് പാപത്തിൽ പെരുകിയപ്പോൾ ആ ജനത്തെ ജലപ്രളയം അയച്ച് ശിക്ഷിക്കുവാൻ, നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്താണ്? ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു.
ഭൂമിയിൽ സകല ജഡവും തൻ്റെ വഴി വഷളാക്കി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു വാക്കാണത്. ഭൂമിയിൽ തൻ്റെ വഴി, ആരുടെ വഴി? ദൈവത്തിൻ്റെ വഴി അവർ വഷളാക്കി. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ മനുഷ്യരും, ആദം ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും നടക്കേണ്ടത് ഏത് വഴിയിലായിരുന്നു? ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതെ ആ വഴിയിൽ നിന്നും വ്യതിചലിച്ച് മാറിപ്പോയി, അവർ പാപത്തിൽ വീണുപോയി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഭൂമിയിൽ സകല ജഡവും, എല്ലാ മനുഷ്യരും തൻ്റെ വഴി വഷളാക്കിയത് കൊണ്ട് ദൈവം ജലപ്രളയം അയച്ച് ആ ആ തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഏത് തലമുറയിൽപ്പെട്ട ആളുകളായിരുന്നാലും അവർ നടക്കേണ്ടതും ജീവിക്കേണ്ടതും ഏത് പാതയിലാണ്? ദൈവത്തിൻ്റെ പാതയിൽ, ദൈവത്തിൻ്റെ വഴിയിൽ, ദൈവത്തിൻ്റെ യാത്രയിലാണ് അവർ സഞ്ചരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് നടക്കാതെ വന്നതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ, ആ തലമുറയിലുള്ളവരെ ശിക്ഷിച്ചതെന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ പാപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പാപം, ഇംഗ്ലീഷിൽ സിൻ എന്ന് പറയും. അപ്പോൾ ഈ പാപം എന്ന വാക്കിന് ഈ ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം ഹമർട്ടിയ എന്നൊരു വാക്കാണ്. ഹമർട്ടി എന്ന് പറഞ്ഞാൽ പാപം എന്താണ്. ബൈബിളിലെ ഓരോ പാപങ്ങൾക്ക് ഓരോരോ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഗ്രീക്കിൽ 9 പദങ്ങൾ, ഈ പാപവുമായി ബന്ധപ്പെട്ട് പദങ്ങൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പദമാണ് ഹമർട്ടിയ എന്ന് പറഞ്ഞാൽ പാപം. ആ വാക്കിൻ്റെ അർത്ഥം വഴി തെറ്റുക, ലക്ഷ്യം തെറ്റുക എന്നാണ് ഹമർട്ടിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് പാപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വഴിതെറ്റുക, ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോവുക, ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്നതിനെയാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷ്യം തെറ്റിപ്പോയി, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോയി എന്നുള്ളതാണ്. എബ്രായ ഭാഷയിൽ വഴി എന്നതിന് ദേരേഹ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ദേരേഹ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രാജാവിൻ്റെ വഴി എന്നും ഹൈവേ എന്നും ഒക്കെ ഒരുപാട് യാത്ര അല്ലെങ്കിൽ റോഡ്, പാത എന്നതിനെല്ലാം എബ്രായ ഭാഷയിൽ സാധാരണ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ദേരേ എന്ന വാക്ക്. അപ്പോൾ മഹാരാജാവായ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും എല്ലാ മനുഷ്യരും മാറിപ്പോയത് പാപമായി തീർന്നു. അവർ ലക്ഷ്യം തെറ്റി. ആ ലക്ഷ്യം തെറ്റിയ മനുഷ്യനെ വീണ്ടും ആ പന്താവിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാൻ 14:6. അങ്ങനെ വഴിയും സത്യവുമായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഒരു വഴി വെട്ടിത്തുറന്നു. പഴയ വഴിയല്ല, ഏദൻ പറുദീസയിൽ അടച്ചു കളഞ്ഞ വഴി യേശു ക്രിസ്തു തുറന്നു. അതേതാണ്? എവിടെയാണ്? എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ജീവന്റെ പുതുവഴി. യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പിന്നീട് വാക്യം വായിച്ചാൽ മതി. അപ്പോൾ യേശു ക്രിസ്തു വെട്ടിത്തുറന്ന ജീവന്റെ പുതുവഴിയാണ് ഇന്ന് ലോകത്തിലുള്ളത്. അപ്പോൾ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് ഏത് വഴിയിലൂടെയാണ്? ഏത് പാതയിലാണ് നാം നിൽക്കുന്നത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്ന ജീവന്റെ പുതുവഴിയിലാണ്. അപ്പൊ ഈ വഴിയിലാണ് അപ്പോസ്തലനായ പൗലോസ് സഞ്ചരിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം. ആയതിനാൽ ഈ വഴിയിലാണ് നാം എല്ലാവരും. ഈ വഴി വിശുദ്ധ വഴിയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, 35-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ആ വഴി വിശുദ്ധ വഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ സഞ്ചരിക്കുന്നത് ഏത് വഴിയിലൂടെ ആയിരുന്നു? വിശുദ്ധ വഴിയിലൂടെ. ആ വഴി ഏത് വഴിയാണ്? ദൈവത്തിൻ്റെ വഴികളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാണ്. ആ വഴിയിൽ സഞ്ചരിക്കാതെ അന്യ ദൈവങ്ങളെ സേവിച്ചുകൊണ്ടും അവർക്ക് തോന്നിയ പ്രകാരം, തന്നിഷ്ടപ്രകാരം താൻ തോന്നികളായി നടന്നപ്പോൾ ദൈവം പ്രവാചകനിലൂടെ അവരോട് പറയാണ്, നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, നിങ്ങളുടെ വഴി അശുദ്ധമാണ്. ആയതിനാൽ വിശുദ്ധ വഴിയിലേക്ക് നിങ്ങൾ വരണം എന്ന് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ മറ്റൊരു വാക്യമുണ്ടല്ലോ, 30-ാം അധ്യായത്തിൽ 21-ാം വാക്യം. യെശയ്യാ 30:21. ഏതാണ് ആ വാക്യം? അതായത്, നിങ്ങൾ നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും. ആ ശബ്ദം ഏതാണ്? വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവിൻ.
നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങൾ കേട്ട് ഇസ്രായേൽ ജനമേ, നിങ്ങൾ ഈ വഴിയിൽ നടക്കണം. ജസ്റ്റ് ആ വാക്യം വായിച്ചാട്ടെ, ഞാൻ എല്ലാ വാക്യം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവില്ല. യെശയ്യാവ് 30:24 വാക്യം മാത്രം വായിച്ചാൽ മതി. മതി. അപ്പം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ ആ ശബ്ദം കേട്ട ആ വഴിയിലൂടെ, ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തോന്നിപ്രകാരമുള്ള, ഇഷ്ടപ്രകാരമുള്ള, തന്നിഷ്ടപ്രകാരമുള്ള വഴിയിലൂടെ പോകുവാൻ പാടില്ല. വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ മാത്രമേ പോകാവൂ. ആ വഴിയാണ് വിശുദ്ധ വഴി. അതാണ് യെശയ്യാവ് 35:8 പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വഴി. ഈ വഴിയിൽ നിന്ന് മാറിപ്പോയ എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ വഴിയിലൂടെ പോയി എന്നുള്ളതാണ്. പാപത്തിൻ്റെ വഴിയിലൂടെ. അപ്പം ഇസ്രായേൽ ജനത്തെ ദൈവം കാലാകാലങ്ങളിലായി ദൈവം വെട്ടിത്തുറന്ന പന്താവിലൂടെ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും സഞ്ചരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ വഴിയിൽ സഞ്ചരിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. നോഹ ആ വഴിയിലാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് ജലപ്രളയത്തിൽ എല്ലാ മനുഷ്യരും കൊല്ലപ്പെട്ടപ്പോൾ, മരണപ്പെട്ടപ്പോൾ നോഹയും കുടുംബവും മാത്രം രക്ഷ പ്രാപിച്ചു. കാരണം എന്ത്? ദൈവത്തിൻ്റെ വഴിയിൽ നോഹയും കുടുംബവും നടന്നതുകൊണ്ടാണ്. അപ്പം ഇതുപോലെ എല്ലാ തലമുറയിലുള്ള ആളുകളും നടക്കേണ്ടത് ഏത് വഴിയിലാണ്? ദൈവത്തിൻ്റെ വഴിയിലൂടെ വേണം നടക്കാൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എന്നാണ് റോമാലേഖനം 3:10 പറഞ്ഞിരിക്കുന്നത്. എടുത്തുനിന്ന് വായിച്ചാട്ടെ, വേഗത്തിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാട്ടെ. റോമർ 3:10 വാക്യം. ആ 10 മുതൽ താഴേക്ക് വായിച്ചാൽ അവരൊരു ഇൻവെറ്റേഷൻ കോമ ഇട്ടിട്ടാണ് അത് പൗലോസ് എഴുതിയിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിരിക്കുന്ന പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്. വായിക്കാം. റോമർ 3:10 മുതൽ ചില വാക്യങ്ങൾ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിയതുപോലെ മതി. അവിടെ ഒരുപാട് വായിക്കാൻ സമയം പോകുന്നുണ്ട്, അത്രയും വായിച്ചാൽ മതി. അപ്പൊ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും കൊള്ളരാത്തവരായി വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു. വഴി തെറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വഴി തെറ്റിയതാണ് പാപം. ഇത് എവിടെ നിന്നാണ് ഈ വാക്യെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്? 14-ാം സങ്കീർത്തനമാണ് ഇവിടെ പൗലോസ് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. 14-ാം സങ്കീർത്തനം അങ്ങനെ തന്നെ ഇവിടെ കോട്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇത് പറഞ്ഞതാണെങ്കിലും ഇത് പുതിയ നിയമപ്രകാരമുള്ള പുതിയ നിയമത്തിലെ ജനത്തിനും ഇത് ബാധകമാണ്. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ വഴി തെറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നാം മനസ്സിലാക്കിയത്. അപ്പോൾ ആയതിനാൽ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ വഴിതെറ്റി താൻ തൻ്റെതായ ഇഷ്ടപ്രകാരം മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി ദമസ്കോസിലേക്ക് പോകുമ്പോൾ നട്ടുച്ച നേരത്ത് ഒരു വഴിയാത്രയിൽ, ഒരു പാതയോരത്ത്, ഒരു നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ഇതാ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ അവിടെ വെച്ച് പിടിച്ചു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ നിലത്ത് വീണ് വലിയൊരു വെളിച്ചം തൻ്റെ കണ്ണിൽ തട്ടി താൻ നിലത്ത് വീണപ്പോൾ, നീ ആരാകുന്ന കർത്താവേ എന്ന് പൗലോസ് ചോദിച്ചപ്പോഴാണ് യേശു പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. അപ്പോൾ പൗലോസിന്റെ കാര്യം പിടികിട്ടി. നസ്രത്തിൽ അല്ലെങ്കിൽ ബേത്ലഹേമിൽ ജനിച്ച ഒരു യഹൂദനായ ഒരാൾ, യേശു എന്ന് പറഞ്ഞ ഒരാൾ, അവൻ ബേത്ലഹേമിൽ ജനിച്ചു, നസ്രത്തിൽ വളർന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസിന് അറിയാം. അതുകൊണ്ടാണ് നസ്രായനായ യേശു എന്ന് കർത്താവ് പൗലോസിന് വെളിപ്പെടുത്തിയത്. അവിടെ വെച്ച് ഈ നസ്രായനായ യേശു കർത്താവാണ്, മശിഹയാണ്, അവനാണ് കുറിയോസ് അല്ലെങ്കിൽ ദ ലോർഡ്. യഹൂദന്മാര് ദൈവത്തെ കർത്താവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഗ്രീക്കിൽ കുറിയോസ് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവൻ, കർത്തൃത്വമുള്ളവൻ. ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ഒരു നാമമാണ് കുറിലോസ് അല്ലെങ്കിൽ ആ കുറിയോസ് എന്ന വാക്ക്. അതുകൊണ്ട് ഇവൻ യഹോവയാണ്, ഇവൻ ഞങ്ങളുടെ ആരാധിക്കുന്ന പിതാക്കന്മാർ ആരാധിച്ച കർത്താവാണ്, ദൈവമാണെന്ന് അവിടെ വെച്ച് പൗലോസിന് മനസ്സിലാകുകയും അവിടെ വെച്ച് രക്ഷിക്കപ്പെടുകയും യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി, ക്രിസ്തുവിൻ്റെ ശിഷ്യനായി, ഒരു സുവിശേഷ പ്രസംഗകനായി പൗലോസ് അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. ആ നിമിഷം മുതൽ പൗലോസ് തൻ്റെ വഴി ഉപേക്ഷിക്കുകയും ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇവിടെ കോരിന്ത്യരോട് പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ എൻ്റെ വഴി ക്രിസ്തുവിൻ്റെ വഴികളാണ്. ഈ വഴിയിൽ എന്താണുള്ളത്? നീതിയും സത്യവും ധർമ്മവും ഉണ്ട്, പ്രത്യാശയുണ്ട്, നിത്യജീവനുണ്ട്,
അനുഗ്രഹമുണ്ട്. എല്ലാറ്റിൻ്റെയും വഴി ഏതാണ്? യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന വഴിയിലൂടെ മാത്രമേ ഏവർക്കും പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ആത്മീക മർമ്മം പൗലോസിന് മനസ്സിലായപ്പോൾ താൻ തൻ്റെ സ്വന്തം വഴി വിട്ട്, സ്വന്തം നീതി വിട്ട്, തനിക്കുള്ളതെല്ലാം വിട്ട് ചപ്പം ചവറുമെന്ന് എണ്ണി ഉപേക്ഷിച്ച് ഈ ക്രിസ്തുവിൻ്റെ വഴി താൻ തിരഞ്ഞെടുത്തു. ആ വഴിയിലൂടെ താൻ അന്ത്യം വരെയും മരണം വരെയും സഞ്ചരിച്ചു എന്നാണ് പൗലോസ് പറയുവാനായിട്ടുള്ളത്. കൃപയാൽ ക്രിസ്തുവിൻ്റെ വഴികളിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. ഇതൊരു വിശുദ്ധ വഴിയാണ്, ജീവൻ്റെ പൊതുവഴിയാണ്. അപ്പം ഈ വഴിയിൽ ഇടുക്കവും ഞെരുക്കവും ഉണ്ടെങ്കിൽ പോലും ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? വീതിയും വിശാലവുമുള്ള ഒരു വലിയ പറുദീസയിലേക്കാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ് ഈ വഴി ചെന്നെത്തുന്നത്. അപ്പോൾ ഈ വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ക്ലേശങ്ങളും ഞെരുക്കങ്ങളെല്ലാം ഉണ്ടാകാം ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ. പക്ഷേ ഇത് സത്യത്തിൻ്റെ വഴിയാണ്, ഇത് മാത്രമേ സത്യമുള്ളൂ. എന്നാൽ ഈ കഷ്ടനഷ്ടങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെയും യാതനകളിലൂടെയും നടന്ന് ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് മനോഹരമായ കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മരണമില്ലാത്ത, വേദനകളില്ലാത്ത ഒരു സുന്ദരമായ ലോകമാണ്. അതാണ് പാരഡൈസ്, അതാണ് പർദീസ, അതാണ് സ്വർഗം, അതാണ് മൂന്നാം സ്വർഗം എന്ന് പൗലോസ് മനസ്സിലാക്കി. അതുകൊണ്ട് പൗലോസ് പറയാണ്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ ദാരിദ്ര്യമോ പ്രയാസമോ എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു, എന്നെ ശക്തീകരിക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും എന്ന് താൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം തൻ്റെ വഴികൾ ക്രിസ്തുവിൻ്റെ വഴികളാണ്. ഇതെവിടെയും പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടെ പറയുവാൻ പൗലോസിന് കഴിഞ്ഞിരുന്നു. വിശ്വാസികളുടെ മധ്യത്തിലും അവിശ്വാസികളുടെ മധ്യത്തിലും തൻ്റെ വഴികൾ ക്രിസ്തുവിൻ്റെ വഴികളാണെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുമായിരുന്നു. ഈ വഴിയിൽ തന്നെക്കുറിച്ച് ആർക്കും ഒരു അപവാദവും ഒരു ദോഷവും ഒരു കുറ്റവും പറയുവാൻ കഴിയാത്ത നിലയിൽ ഒരു കുറ്റമറ്റ വഴിയിലൂടെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ഒരു വലിയ ഭക്തനായിരുന്നു, ധീരനായ ഭക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് നമുക്കുമുള്ളത് എന്താണ്? ഈ ഒരു വഴിയാണ്. അപ്പോൾ ഈ വഴി വെട്ടിത്തുറന്ന ആരാണ്? യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പത്രോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. എന്തിനു വേണ്ടി? യേശുക്രിസ്തുവിൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നാണ് പത്രോസും പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ വാക്യം എടുത്ത് വായിത്തട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഈ ലോകത്തിലുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്ത്യാനികൾ നടക്കുവാൻ വേണ്ടി, അവർ പിൻപറ്റുവാൻ, പിന്തുടരുവാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു വെച്ചു പോയിട്ടുണ്ട്, ഒരു പാത വിട്ട് തുറന്നു വെച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തു നടന്നതായൊരു വഴി, അതാണ് ക്രിസ്തുവിൻ്റെ കാൽച്ചുവട്. അപ്പോൾ ആ കാൽച്ചുവടുകളെ നാം ആ കാൽച്ചുവടുകൾ നോക്കി വേണം നടക്കുക. കിട്ടിയെങ്കിൽ വായിക്കാം. അതെ, ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് നടന്ന അതേ വഴിയിലൂടെ, അതേ പാതയിലൂടെ വേണം ക്രിസ്ത്യാനികളും നടക്കുവാൻ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ വഴി, ക്രിസ്തു നടന്നു പോയ വഴി, ആ വഴിത്താരയിലൂടെ വേണം എല്ലാവരും നടക്കുവാൻ. പക്ഷേ ഇന്ന് എല്ലാവരും ആ വഴിയിലൂടെയാണ് നടക്കുന്നത്. ഇന്ന് പലരും പല താല്പര്യങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വഴിയിലൂടെയൊക്കെ കടന്നു വരുന്നത്. പക്ഷേ പലപ്പോഴും പലരും പല സമയങ്ങളിൽ വഴിതെറ്റി പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നാം ഓരോരുത്തരും, ഓരോ ഭക്തനും യേശുക്രിസ്തുവിൻ്റെ സത്യ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ജീവിത ആരംഭം മുതൽ ജീവ അവസാനം വരെ ഈ വഴിയിൽ കൂടെ വേണം തന്നെ സഞ്ചരിക്കേണ്ടത് എന്നാണ് ഇവിടെ പൗലോസും പത്രോസും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ആയതിനാൽ ഇതൊരു വിശുദ്ധ വഴിയാണ്. ഈ വിശുദ്ധമായ വഴി ഒരിക്കലും അശുദ്ധമാക്കുവാൻ പാടില്ല. വിശുദ്ധന്മാരാണല്ലോ ഈ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത്. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് ലോകത്തിലുള്ള പല മനുഷ്യരും പല വഴികളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു.
എന്നാൽ ആ വഴിയിൽ നിന്നെല്ലാം മാറി കർത്താവ് ഒരുക്കിയ ജീവൻ്റെ വഴിയിലൂടെ വേണം എല്ലാവരും മുൻപോട്ട് പോകേണ്ടത്. ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഹൈവേയാണ്. ഇതൊരു നാഷണൽ ഹൈവേയാണ്. അത് ഈ ഭൂമിയിൽ നിന്ന് തുടങ്ങി സ്വർഗം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വഴിയാണ്. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഹോഡോസ് അല്ലെങ്കിൽ ഹോഡോ. പക്ഷേ ഇതിലെന്തുണ്ട്? വളവുണ്ട്, തിരിവുണ്ട്, പുളവുണ്ട്, കട്ടതയുണ്ട്, ഞെരുക്കമുണ്ട്, പ്രതികൂലമുണ്ട്, പ്രയാസങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ സഹനത്തോടു കൂടി ദീർഘക്ഷമയോടുകൂടി എല്ലാം സഹിച്ചു വേണം നാം മുൻപോട്ട് പോകുവാൻ. മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പാരാസൈക്കോളജി എന്നുള്ളത്. ഈ സൈക്കോളജി സംബന്ധിച്ച് ഒട്ടനവധി അതിൻ്റെ ആർട്ടിക്കിൾസുകൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈക്കോളജിയിൽ വലിയൊരു താല്പര്യമുള്ള ആളാണ്. അത് സംബന്ധിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ എൻ്റെ കൈവശമുണ്ട്. പാരാസൈക്കോളജിയെക്കുറിച്ചുള്ള ഒരുപാട് ലേഖനങ്ങൾ ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ മരണശേഷം ഒരു മനുഷ്യന് സംഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. മരണശേഷം എന്താണ്? ഈ മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ താനറ്റോളജി എന്നാണ്. ഗ്രീക്കിൽ അതിന് താനറ്റോളജി എന്നാണ്. താനറ്റോസ് അല്ലെങ്കിൽ താനറ്റോളജി. അപ്പോൾ താനറ്റോസ് എന്ന് പറഞ്ഞാൽ മരണസംബന്ധമായ, താനറ്റോളജി എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്നാണ്. അപ്പോൾ താനറ്റോസും താനറ്റോളജിയും എന്തൊക്കെയാണ് ഞാൻ കുറേ എൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാരാസൈക്കോളജി സംബന്ധിച്ച് ഈ ഗവേഷകർ പഠനങ്ങൾ നടത്തിയപ്പോൾ മരണാസന്നമായി കിടന്ന ഒരാളെ ആണ് അവർ പഠനം നടത്തുന്നത്. ആ ആളുടെ ചേഷ്ടകൾ, ചലനങ്ങൾ, നോട്ടം, സംസാരം, അവരുടെ അംഗചലനങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ടാണ് ഈ മരണശേഷം ഈ മനുഷ്യന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെയുള്ള പഠനത്തിൽ നിന്നും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾ മരണസമയത്ത് മരണാസന്നനായി കിടന്ന ഒരാളെ ഇവർ പഠനം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാര്യം, അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുൻപായി ഇദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവം ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്, യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു ടണലാണ്. ഇരുളടഞ്ഞ ഒരു ഗുഹയിലൂടെ ഈ മരിച്ച മനുഷ്യൻ്റെ ആത്മാവ് ഇങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ പ്രകാശപൂരിതമായ ഒരു സ്ഥലത്തേക്കാണ് ഈ ആത്മാവ് ചെന്നെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നെത്തിയപ്പോൾ തൂവെള്ള വസ്ത്രം ധരിച്ച കുറേ ആളുകൾ, ചിറകുകളുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവർ ആടുകയും പാടുകയും ചെയ്യുന്ന സ്വർണ്ണമയമായ അഗ്നിമയമായ നദിയുടെ തീരത്തിരുന്ന് ഒരു വലിയ പൂന്തോട്ടത്തിൽ നിന്ന് ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഈ മരിച്ച ആളിൻ്റെ ആത്മാവിന് കാണുവാനായിട്ട് സാധിച്ചത്. അത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് തിരികെ ഈ ശരീരത്തിലേക്ക് വരികയും നിമിഷ നേരം കൊണ്ട് ആ വ്യക്തി അക്ഷരികമായി മരിക്കുകയും ചെയ്തു എന്നാണ് ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാരാസൈക്കോളജി പറഞ്ഞിരിക്കുന്നത് ഈ മരണത്തിനപ്പുറം മറ്റൊരു ലോകം നിലനിന്നേക്കാം എന്നൊരു ധാരണ അവർക്കുണ്ട്. മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറം മറ്റൊരു ലോകം ഉണ്ടായിക്കൂടുന്നില്ല, ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയുകയില്ലെന്നാണ് അത് സംബന്ധിച്ച പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാലും മരണത്തിനപ്പുറം എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്. അതാണ് മരണാനന്തര ജീവിതം. അതെവിടെയാണ്? യേശുക്രിസ്തുവിൻ്റെ സ്ഥലത്താണ്, സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ദൈവഭവനത്തിലാണ്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ മരണത്തിനപ്പുറം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നാം ആയിരിക്കുന്നത് സ്ഥൂല ശരീരത്തിലാണ്. ഞാനും നിങ്ങൾ വസിക്കുന്നതിന് സ്ഥൂല ശരീരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖകൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അല്ലെങ്കിൽ ഈ മരണവും ചികിത്സാശാസ്ത്രപരമായ മരണം അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പഠനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നാം അധിവസിക്കുന്നത് സ്ഥൂല ശരീരത്തിലാണ്. ഈ മരണത്തിലൂടെ ഈ സ്ഥൂല ശരീരം മാറുകയും നാം സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ പാരാസൈക്കോളജിയുമായി ബന്ധപ്പെട്ട പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആത്മാവിന് മരണമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മരണത്തിലൂടെ മറ്റൊരു ശരീരം അവർ സ്വീകരിച്ചേക്കാം എന്നാണ്. ഒരു സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരം പ്രാപിക്കുന്നു എന്നാണ് ആ പഠനത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഒരുപാട് പഠനങ്ങളുണ്ട്, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? നമ്മുടെ വഴി, യേശുക്രിസ്തുവിടെ വെട്ടിത്തുറന്ന വഴി എന്നുള്ളത് അത് ജീവൻ്റെ വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മരണം നീങ്ങിപ്പോവുകയാണ്.
മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ജീവൻ്റെ വഴിയിലാണ്, സത്യവഴിയിലാണ്, വിശുദ്ധ വഴിയിലാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു വഴിയിലാണ് ഞാൻ നിങ്ങൾ ദൈവമക്കൾ എന്ന വസ്തുത നാം മറന്നു പോകരുത്. ആയതിനാൽ പൗലോസിനെ പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. അപ്പോൾ ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം, നമ്മെ തരം താഴ്ത്തുകയോ ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മുടെ ലക്ഷ്യം നാം ആയിരിക്കുന്ന പാത അത് അനുഗ്രഹത്തിൻ്റെ പാതയാണ്. ഇന്ന് വായിച്ച 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. എന്താ അർത്ഥം? ആ പാതയിൽ അനുഗ്രഹമുണ്ട് എന്നർത്ഥം. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വഴി, ഒരു പാത, ഒരു വഴിയാണ് ദൈവമക്കളുടേത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെയും പുഷ്ടിയുള്ളതുമായ വിശുദ്ധിയുള്ള സത്യസന്ധമായ നീതി വസിക്കുന്ന ഒരു വഴിയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ് ഇവിടെ തുറന്നത്. അപ്പോൾ ആ യേശു വെട്ടിത്തുറന്ന വഴിയിലൂടെ അവൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുവാനാണ് വിച്ഛിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് മുതലായ അപ്പോസ്തലന്മാർ, ആദിമ നൂറ്റാണ്ടിലെ ദൈവഭക്തന്മാർ, ഇവരെല്ലാവരും ക്രിസ്തുവിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. ആ പാതയിലൂടെ നമുക്കും ആ പാത പിന്തുടരാം. അത് വിശുദ്ധ പാതയാണ്, അത് സത്യസന്ധമായൊരു പാതയാണ്, അതിൽ അനുഗ്രഹമുണ്ട്, അതിൽ സമൃദ്ധിയുണ്ട്, എല്ലാമുള്ള ജീവൻ്റെ ഒരു വഴിയാണ്. അപ്പോൾ ആ ജീവൻ്റെ പുതുവഴിയിലൂടെ സഞ്ചരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.